ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചണ്ഡീഗഡ് സിറ്റിയിലെ റോക്ക് ഗാർഡൻ ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഫേമസ് ഫ്രഞ്ച് ആർക്കിടെക്റ്റായ ലേ കോർബസിയർ ആണ് ചണ്ഡീഗഡ് എന്ന സിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചണ്ഡീഗഡ് എന്നത് ഒരു പ്ലാൻഡ് സിറ്റി എന്നാണ് പറയുന്നത്. ചണ്ഡീഗഡ് സിറ്റിയെ പല സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ സെക്ടറിലാണ് റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകൂടെ പറഞ്ഞ സുഖ്ന ലേക്കിൻ്റെ തൊട്ടടുത്ത്. റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആർട്ട് വർക്കാണ്. ഇതിനെ നേക് ചന്ദ് സെയ്നി റോക്ക് ഗാർഡൻ എന്നും പറയുന്നുണ്ട്. നേക് ചന്ദ് സെയ്നി എന്ന ഗവൺമെൻറ് ഓഫീസറാണ് റോക്ക് ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഒഴിവു സമയങ്ങളിലാണ് റോക്ക് ഗാർഡൻ നിർമ്മിക്കാൻ സമയം കണ്ടെത്തിയിരുന്നത്. 1957 റോക്ക് ഗാർഡൻ നിർമ്മാണം തുടങ്ങിയത്. ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം ഈ റോക്ക് ഗാർഡൻ നിർമ്മിക്കാനായി സമയമെടുത്തിട്ടുണ്ട്. ഇന്ന് 40 ഏക്കറോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യനിർമ്മിതമായ ഒരു സ്ഥലമാണ് റോക്ക് ഗാർഡൻ. പൂർണ്ണമായും റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് റോക്ക് ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വെള്ളച്ചാട്ടങ്ങളും മനുഷ്യരൂപങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള രൂപങ്ങളും ഈ റോക്ക് ഗാർഡനിൽ കാണാൻ പറ്റും. നമ്മൾ വലിച്ചെറിയുന്ന ബോട്ടിലുകൾ, ഗ്ലാസുകൾ, പൊട്ടിയ വളച്ചില്ലുകൾ, ടൈൽസ്, സെറാമിക് പോട്ട്സ്, സിങ്ക്സ്, ഇലക്ട്രിക്കൽ വേസ്റ്റ് ഇങ്ങനെയുള്ള പല സാധനങ്ങളും കൊണ്ടാണ് ഈ റോക്ക് ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്ക് ഈ റോക്ക് ഗാർഡൻ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഇത് മിക്സ് ചെയ്ത് ഓരോ ഷേപ്പിൽ, പല കളറിൽ, പല സൈസിലുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ റോക്ക് ഗാർഡൻ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. സർക്കുലർ ഷേപ്പിലും കർവ് ഷേപ്പിലും ലെയറുകളായുമൊക്കെയാണ് കല്ലുകൾ അടുക്കി വെച്ച് ഈ റോക്ക് ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ഗാർഡൻ ആണ്. റോക്ക് ഗാർഡനെ പ്രധാനമായും റീസൈക്കിൾ ചെയ്തതായിട്ടാണ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ഇതിനെ എക്കോ ഫ്രണ്ട്ലി ഗാർഡനായി ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഇന്ന് ആയിരങ്ങളാണ് റോക്ക് ഗാർഡൻ കാണാൻ ചേംബറുകൾ ചണ്ഡീഗഡ് എന്ന വലിയ സിറ്റിയിലേക്ക് പൊട്ടിയ വളച്ചില്ലുകൾ, പൊട്ടിയ കണ്ണാടികൾ, ഇതിൻ്റെ പൊട്ടിയ എൻട്രി ഫീ എന്ന് പറയുന്നത് രൂപതയ്ക്ക് 30 രൂപ, ചില്ലുകൾ 10 രൂപയും അതിന് ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന പൊട്ടിയ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ഇടവഴി, ഇതെല്ലാം ഉപയോഗിച്ച് കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ പലതരത്തിലുള്ള നമുക്കിവിടെ കാണാൻ പക്ഷികൾ, മനുഷ്യരൂപങ്ങൾ എന്നിവയാണ് ഈ ഒന്നാമത്തെ ഫേസിൽ അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ ഫേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലിയ വലിയ വെള്ളച്ചാട്ടങ്ങൾ, ആംഫി തിയേറ്റേഴ്സ്, കോർട്ട്യാർഡ്, ചെറിയ ചെറിയ ഇടവഴികൾ, ഇതൊക്കെയാണ് രണ്ടാമത്തെ ഫേസിലുള്ളത്. അതുകൂടാതെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനും കൂടി ഈ ചണ്ഡീഗഡ് ഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അട്രാക്ട് ചെയ്യുന്നത് ഇവിടെ വെച്ച് ധാരാളം കൾച്ചറൽ പ്രോഗ്രാമും നടത്തി. റോക്ക് ഗാർഡനിൽ ഏകദേശം 5000-ഓളം സ്റ്റാച്യൂസ് ആണ് ഉള്ളത്. മൂന്നാമത്തെ ഫേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെത്തി മിനുക്കിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആനകളുടെയും ഒട്ടകങ്ങളുടെയും രൂപങ്ങളാണ്. ഇവിടെയും റോക്ക് ഗാർഡനിൽ വെച്ച് എല്ലാ വർഷവും ഒരു ഫെസ്റ്റിവൽ നടത്തി വരുന്നുണ്ട്.
തീജ് ഫെസ്റ്റിവൽ. മൺസൂൺ കാലത്താണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. സ്ത്രീകളെല്ലാം ഡ്രസ്സ് ചെയ്ത് കയ്യിൽ മെഹന്തി എല്ലാം വരച്ച് കൾച്ചറൽ പ്രോഗ്രാമെല്ലാം അവതരിപ്പിച്ച് നല്ല മനോഹരമായിട്ടാണ് ഈ ഫെസ്റ്റിവൽ നടത്തി വരുന്നത്. ഈ ഫെസ്റ്റിവലിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജെയിൻറ്റ് ഡെക്കറേറ്റീവ് വിങ്സ് ആണ്. റോക്ക് ഗാർഡൻ നമ്മളിപ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. റോക്ക് ഗാർഡൻ കാണാൻ വരുമ്പോൾ കുട്ടികളെയും കൂടെ കൊണ്ട് കാണാൻ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് അത് കണ്ട് അതിൻ്റെ ക്രിയേറ്റിവിറ്റി, അവരുടെ കഴിവിനെയും വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. റോക്ക് ഗാർഡനിലെ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ തന്നെയുണ്ട്. അത് മാത്രമല്ല ആ റോക്ക് ഗാർഡനിനുള്ളിൽ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങി കഴിക്കാവുന്ന ഫുഡും അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ചണ്ഡീഗഡ് വിസിറ്റ് ചെയ്യുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് റോക്ക് ഗാർഡൻ. അത്രയും മനോഹരമാണ് ഈ ഗാർഡൻ. ധാരാളം വിദേശികളാണ് ഈ റോക്ക് ഗാർഡൻ സന്ദർശിക്കാനായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്.
ഇത് റോസ് ഗാർഡൻ. സെക്ടർ 16 ഈ റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 30 ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ റോസ് ഗാർഡൻ സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ എന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനാണ് റോസ് ഗാർഡൻ. UT അഡ്മിനിസ്ട്രേറ്ററായ മോഹിന്ദർ സിംഗ് രത്വയാണ് ഈ റോസ് ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1600ഓളം സ്പീഷീസ് വെറൈറ്റി റോസകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 1967 ഈ റോസ് ഗാർഡൻ ഇവിടെ നിർമ്മിച്ചത്. റോസ് ഗാർഡൻ സന്ദർശിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ്. ഈ സമയത്താണ് റോസ് ഗാർഡനിൽ റോസ് ഫെസ്റ്റിവൽ തന്നെ നടക്കുന്നത്. റോസ് ഗാർഡന് തൊട്ടടുത്തായി പബ്ലിക്കായി തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു സ്പേസാണിത്. അവരുടെ കഴിവുകളെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുവാനുള്ള ഒരു സ്പേസ്.